കല്ലിന്റെ നിറം മനുഷ്യരുടെ പാപങ്ങൾ കൊണ്ട് ഇങ്ങനെ ആകുമെങ്കിൽ എന്തായിരിക്കും പാപങ്ങൾ കൊണ്ട് ഹൃദയത്തിന് സംഭവിക്കുക? നമ്മുടെ ഹൃദയങ്ങൾ എത്രമാത്രം മലീമസമായി പോകും തിന്മകൾ കൊണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരടിമ ഒരു തിന്മ ചെയ്താൽ അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും. എന്നാൽ അവൻ തൗബ ചെയ്യുകയും തിന്മ ഉപേക്ഷിക്കുകയും അതിൽ നിന്ന് ഖേദിച്ചു മടങ്ങുകയും ചെയ്താൽ സുഖില ഖൽബു, ഹൃദയം വീണ്ടും ശുദ്ധമാകും. എന്നാൽ തിന്മക്കുമേൽ തിന്മയാണ് അവൻ ചെയ്യാൻ ഒരുമ്പെടുന്നതെങ്കിൽ അവന്റെ ഹൃദയത്തിലെ കറുപ്പ് അത് വർദ്ധിച്ചു വരും. ഒടുവിൽ അത് മുഴുവൻ ഇരുണ്ടതായിത്തീരും. അതാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞ റാൻ കല്ല ബൽ റാന അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയം അതിൽ പാടുവീണിരിക്കുന്നു, അത് കറുത്തിരുണ്ടു പോയിരിക്കുന്നു. പിന്നെ ഒരു നന്മയും അതിലേക്ക് കയറാത്ത രൂപത്തിൽ അതങ്ങേയറ്റം മോശമായി തീരും. തൗബയെക്കുറിച്ച് അവന് ചിന്തിക്കാൻ പോലും പിന്നെ സാധിക്കുകയില്ല. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം തന്നെ പറഞ്ഞത് കാണാൻ, അങ്ങനെ ചില ആളുകൾ ഒടുവിൽ ഏതവസ്ഥയിലെത്തും, വലൗ മാത നിസ്ഫുഹു ലമാ താബ ഇലല്ലാഹ്, അദ്ദേഹം പറഞ്ഞു അവൻ പകുതി ചത്താൽ പോലും അവൻ അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുകയില്ല. അങ്ങനെ ഹൃദയം ദുഷിച്ചു പോകും. വൽഇയാദു ബില്ലാഹ്. അനുഭവ സാക്ഷ്യങ്ങൾ ആളുകൾ അതിന് പറയാറുണ്ട്. ചില ആളുകൾ കടുത്ത രോഗം അഥവാ മരണം ഉറപ്പിക്കുന്ന തരത്തിലുള്ള രോഗങ്ങൾ, ഡോക്ടർമാർ പറയുകയാണ് ഇയാളിന് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഇയാൾക്ക് ആയുസ്സുണ്ടാവുകയുള്ളൂ, അതിനുള്ളിൽ അയാൾ മരിക്കും. അങ്ങനെയുള്ള ചിലരോട് ആളുകൾ ചെന്ന് പറയുകയാണ്, നിസ്കാരമില്ലാത്ത ആളോട് നിങ്ങൾ നിസ്കരിക്കുക, ഇതായത് നിങ്ങളുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു എന്നാണ് പറയുന്നത്. എങ്കിൽ പോലും അതേക്കുറിച്ച് അതിന് ഒരുങ്ങാൻ അവന്റെ മനസ്സ് തയ്യാറാകുന്നില്ല. ഹൃദയം അത്രമാത്രം ദുഷിച്ചു പോയിരിക്കുന്നു. വൽഇയാദു ബില്ലാഹ്. അങ്ങനെ ആളുകളുടെ ഹൃദയം ദുഷിക്കും. അത് തിന്മകൾ, ചെറിയ തിന്മകളിൽ നിന്നായിരിക്കും ഒരു പക്ഷെ അതിന്റെ തുടക്കം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.